ലോക സൗഹൃദങ്ങളെ, നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് പ്രധാനമായും 2 ഡേറ്റുകളെ കുറിച്ചാണ്. അതിൽ ഒന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചുവന്ന മഷിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുഹറവും, രണ്ടാമത്തേത് ചുവന്ന മഷിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കറുത്ത വാവുമാണ്. കർക്കിടക മാസത്തിലെ കറുത്ത വാവ്. എന്താണ് ഈ കർക്കിടക മാസവും മുഹറം മാസവും? ഈ രണ്ടും മാസങ്ങൾ തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടോ എന്നുള്ളതും നമ്മൾ ഒന്ന് അന്വേഷിക്കുകയാണ്. മുഹറം മാസം എന്നുള്ളത് ഹിജ്റ വർഷത്തിലെ 12 മാസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മാസമാണ്. അതുപോലെ കർക്കിടക മാസം കൊല്ലവർഷം എന്നുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള 12 മാസങ്ങളിൽ ഒരു മാസവുമാണ് കർക്കിടക മാസം. ഈ 2 മാസങ്ങൾ തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടോ? തന്നെയുമല്ല, മുഹറം എന്നുള്ള അറബി കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹിജ്റ വർഷത്തിൽപ്പെട്ട മാസം ലോകത്തെല്ലായിടത്തും ഒരുപോലെ നിലനിൽക്കുന്നതാണ്. എന്നാൽ കർക്കിടക മാസം കേരളത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. കാരണം അത് മലയാള മാസം എന്നുകൂടി അറിയപ്പെടുന്നു. കാരണം അത് കേരളത്തിൽ മാത്രം നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. തന്നെയുമല്ല, ഈ 2 മാസങ്ങളിലെ പൊതുവായ പൊരുത്തം എന്താണെന്ന് വെച്ചാൽ, 2 മുഹറവും അതുപോലെ കർക്കിടക മാസവും ചന്ദ്രനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. അതായത് ചന്ദ്രമാസമായി കണക്കാക്കുന്ന മാസങ്ങളാണ് ഈ അറബി കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുഹറവും അതുപോലെ മലയാള മാസമായ കർക്കിടക മാസവും. ചന്ദ്രൻ്റെ സഞ്ചാരവും അതുമായി കാലഗണനം നടത്തിയിട്ടുള്ള മാസങ്ങളാണ് ഇത് രണ്ടും. ഇതാണ് ഈ 2 മാസങ്ങളും തമ്മിലുള്ള പൊരുത്തം. ഒന്ന് മതപരമായി അറബിക് സംസ്കാരത്തിൽ അല്ലെങ്കിൽ അറബിക് കലണ്ടറിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് മുഹറം. മറ്റുള്ളത് മലയാളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കൊല്ലവർഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് എന്ന് നാം പറഞ്ഞല്ലോ. ഇനി എന്താണ് ഈ മുഹറത്തിൻ്റെ പ്രത്യേകത? പൊതുവിൽ അവധി ദിവസങ്ങളാണ് എന്നുള്ളതല്ലാതെ എന്താണ് മുഹറമെന്നും മുഹറത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും ആരും പരസ്പരം അറിഞ്ഞു പോകുന്നില്ല. എൻ്റെ അറിവ് വച്ചിട്ട് മുഹറം മാസം എന്നുള്ളത് അറബിക് സംസ്കാരത്തിൽ ഒരുപാട് ചരിത്ര കഥകളുണ്ട്. തന്നെയുമല്ല, ഖുറാനിൽ പറയുന്നത് പോലെ 12 മാസങ്ങളിൽ 4 മാസമാണ് പ്രധാനപ്പെട്ട പുണ്യമാസങ്ങൾ എന്ന് പറയുന്നത്. അത് ഒന്ന് ദുൽഖഅദ്, രണ്ടാമത്തേത് ദുൽഹജ്ജ്, മൂന്നാമത്തേത് മുഹറവും, 4ാമത്തെ മാസം എന്ന് പറയുന്നത് റജബ് മാസം എന്ന് പറയുന്ന മാസവുമാണ്. അറബിക് കലണ്ടറിൽ ആദ്യമേ ഉള്ള മാസമാണ് മുഹറം എന്നുള്ള മാസം. മുഹറത്തിലാണ് അറബിക് കലണ്ടറുകളിൽ മാസങ്ങൾ തുടങ്ങുന്നത്. ഈ മുഹറം മാസത്തിലാണ് അറബിക് സംസ്കാരത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പോരാട്ടം എന്നുള്ളത് മൂസാ നബിയും ഫിറഔനും തമ്മിലൊരു പോരാട്ടമായിരുന്നു. അതായത് മോശയും ഫറോവയും എന്ന് വേണമെങ്കിൽ പറയാം. പല പേരുകളിൽ അവ അറിയപ്പെടുന്നു. കാലത്തിൻ്റെ കുത്തൊഴുകിൽ ഇവയെല്ലാം പല രൂപത്തിലും പല പേരുകളിലും അറിയപ്പെട്ടു പോവുകയാണ്. ഓരോ കാലഘട്ടങ്ങളിൽ അവ ഇപ്പോൾ അറബി സംസ്കാരത്തിൽ അറിയപ്പെടുന്നത് മൂസാ നബിയും ഫിറഔനും തമ്മിലുള്ളൊരു പോരാട്ടമാണ്. ആ ചരിത്ര പോരാട്ടത്തിൻ്റെ ഒരു ദിനവും, അതുപോലെ ഈ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പൗത്രൻ ദാരുണമായി കൊല ചെയ്യപ്പെട്ട ഒരു ദിനവുമാണ് ഈ മുഹറം മാസം എന്നുള്ളത്. മുഹറം മാസത്തിലെ ഏതോ ഒരു ദിനത്തിലാണ് അത്തരമൊരു കൊലപാതകവും നടന്നത്. ഈ 2 ചരിത്ര നിമിഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ഒരു ദിവസം വ്രതമനുഷ്ഠിക്കാൻ ദൈവം അല്ലെങ്കിൽ അള്ളാഹു മുഹമ്മദ് നബിയോട് ആജ്ഞാപിക്കുകയും അതനുസരിച്ച് അത് ഒരു വ്രതമായി ആചരിച്ച് ഈ മുഹറം ആചരിച്ചു വരുന്നു. അതാണ് മുഹറത്തിൻ്റെ ഏറ്റവും പ്രത്യേകമായ ചില സവിശേഷതകൾ എന്നാണ് എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ എന്താണ് ഈ കർക്കിടക വാവ് അല്ലെങ്കിൽ കർക്കിടക മാസത്തിലെ കറുത്ത വാവ് എന്താണ് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കർക്കിടക മാസം എന്നുള്ളത് സൂര്യൻ ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് സഞ്ചാരപഥം മാറ്റുന്ന ഒരു കാലഘട്ടമാണ്. അത് കർക്കിടക മാസത്തിൽ തുടങ്ങി മകരമാസത്തിൽ അവസാനിക്കുന്ന 7 മാസങ്ങളിൽ സൂര്യൻ ഉത്തരായനത്തിൽ നിന്ന് മാറി ദക്ഷിണായനത്തിലൂടെ സഞ്ചരിക്കുന്ന മാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തുന്ന മാസവുമാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ കർക്കിടക മാസം പൊതുവിൽ പഞ്ഞമാസം എന്നുകൂടി അറിയപ്പെടുന്നു. അത് കാരണം ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തുന്ന മാസങ്ങളായതുകൊണ്ട് കാർഷിക മേഖലകളും വേലകളും അതുപോലെ പൊതുപരിപാടികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. കാരണം മഴ അതിനൊരു തടസ്സമാണല്ലോ. അതുകൊണ്ട് തന്നെ വേലകളും കൂലിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജീവിതം വളരെ കഷ്ടപ്പാടും ദുരിതങ്ങളും നിറഞ്ഞതായിരിക്കും.
അതുകൊണ്ട് തന്നെ അതൊരു പഞ്ഞമാസം എന്നുകൂടി അറിയപ്പെട്ടു പോകുന്നു. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം ഒഴിഞ്ഞു എന്നൊരു ചൊല്ലുകൂടി ഉണ്ട് ഈ പഞ്ഞമാസം ആയതുകൊണ്ട് തന്നെ. തന്നെയുമല്ല, സൂര്യൻ ഉത്തരായനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ അളവ് കുറവായതുകൊണ്ടും മഴയുടെ തോത് കൂടുതലായതുകൊണ്ടും ചെടികളിലേക്കുമൊക്കെ സൂര്യപ്രകാശം ഏൽക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള നമ്മുടെ പ്രദേശങ്ങളിലുള്ള രോഗാണുക്കളൊക്കെ ഊർജ്ജസ്വലതയോടെ ഇരച്ചു കയറുന്ന ഒരു കാലഘട്ടവുമാണ്. അത് മനുഷ്യനെ സംബന്ധിച്ചും ജീവജാലങ്ങളെ സംബന്ധിച്ചും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഘട്ടവുമാണ്. അതുകൊണ്ട് ആരും തന്നെ പുറത്തിറങ്ങാതെ മാക്സിമം പേരും സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥനയും ആരാധനയും ഒക്കെയായി കഴിച്ചുകൂട്ടി വേദങ്ങളോ അല്ലെങ്കിൽ രാമായണങ്ങളൊക്കെ വായിച്ചും അതുപോലെ സസ്യാഹാരങ്ങൾ നിവൃത്തിയുള്ളിടത്തോളം സസ്യാഹാരങ്ങളും ഒക്കെ കഴിച്ച് അല്ലെങ്കിൽ മിതമായ ഭക്ഷണം കഴിച്ചും, കാരണം ഊർജ്ജം കുറവായതുകൊണ്ട് സൂര്യപ്രകാശം കുറവായതുകൊണ്ട് ദഹനശക്തിയൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് മിതമായ ഭക്ഷണമാണ് ഈ കാലഘട്ടങ്ങളിൽ കഴിക്കുക. അങ്ങനെ മാക്സിമം വീടുകളിൽ ഒതുങ്ങിക്കൂടി കുടുംബ ബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിച്ച് വേദങ്ങളോ അല്ലെങ്കിൽ വേദപുസ്തകങ്ങളോ രാമായണങ്ങളോ ഒക്കെ വായിച്ച് കഴിച്ചുകൂട്ടി മറ്റേ ഔഷധക്കഞ്ഞിയൊക്കെ കുടിച്ച് ശരീരം പുഷ്ടിപ്പെടുത്തുകയും അതുപോലെ ശരീരത്തിൻ്റെ ഓജസ് വർദ്ധിപ്പിക്കുകയും ചെയ്തു പോയ പാപങ്ങളെയൊക്കെ പൊറുക്കുന്നതിനുള്ള പ്രാർത്ഥനകളുമൊക്കെയായി കഴിഞ്ഞു കൂടുന്നത് കൊണ്ട് ഈ മാസത്തെ രാമായണ മാസം എന്നുകൂടി പറഞ്ഞു പോരുന്നുണ്ട്. ഇന്നതൊക്കെ എല്ലാം ഒരു കച്ചവടവൽക്കരിക്കപ്പെട്ട് എല്ലാം ഒരു കച്ചവടമായി മാറിയിരിക്കുകയാണ് കർക്കിടക മാസം. പൊതുവിൽ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ളങ്ങളിലോ ഒക്കെ രാമായണ പാരായണവും ഒക്കെ വലിയൊരു ഉത്സവമായി തന്നെയാണ് കൊണ്ടാടുന്നത്. അത് എന്തുമാകട്ടെ, അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരവർക്ക് ഈ കാലഘട്ടത്തിൽ ഏത് തരത്തിലും വേണി ആക്കിയെടുക്കാം. സത്യത്തിൽ നടക്കുന്നത് ഇതാണ്: സൂര്യൻ ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ്. ഉത്തരായനത്തിൽ മറ്റേ ദേവന്മാർക്കാണ് നമ്മൾ അർപ്പിക്കുന്നത് എങ്കിൽ ദക്ഷിണായനത്തിലേക്ക് മാറുമ്പോൾ അത് പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആണ് ബലിതർപ്പണം എന്നുള്ള ഒരു ചടങ്ങ് തന്നെ രൂപപ്പെട്ടത് എന്നും പറഞ്ഞു വരുന്നത്. തന്നെയുമല്ല, സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ സഞ്ചരിക്കുന്ന ദിവസമാണ് കർത്തവാവ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കർത്തവാവിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലായല്ലോ. അതാണ് കർത്തവാവ്. അന്നാണ് ബലിതർപ്പണം പ്രധാനമായും നടക്കുക എന്നുള്ളതും അങ്ങനെ ആചാരമായി കൊണ്ടുവരുന്നു. സൂര്യൻ ഉത്തരായനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പൊതുവിൽ ചന്ദ്രൻ ഒരു മൂടിയായി നിലനിൽക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഓജസ്സും ഒക്കെ പൊതുവിൽ കുറവായിരിക്കും. കാരണം മഴക്കാലമാണല്ലോ. ഇതാണ് കർത്തവാവിൻ്റെയും അതുപോലെ കർക്കിടക മാസത്തിൻ്റെയും പ്രത്യേകത. ഈ രണ്ട് കാര്യങ്ങൾ പൊതുവിൽ എല്ലാവരും അവധിയും മറ്റു കാര്യങ്ങളുമായി ചർച്ച ചെയ്യപ്പെടുമെങ്കിലും എന്താണ് ഇതിൻ്റെ പൊരുൾ, ഇതിനറിയാവുന്ന അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങളുമായി ഒന്ന് സംസാരിച്ചു എന്ന് മാത്രമാണ് എനിക്കുള്ളത്. കാരണം ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമുക്ക് ശേഷമുള്ളവരൊക്കെ ഒന്ന് അറിഞ്ഞു പോകണം. ഇതിൻ്റെ അത്യാവശ്യം ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും അറിഞ്ഞു പോകണം എന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്, ഇത് നിങ്ങളിലേക്കായി സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ കർത്തവാവും മുഹറവും എന്താണ് എന്ന് ഏകദേശം ഒരു രൂപരേഖ ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇത്തരം വീഡിയോകളുമായി വരുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകാതെ ഈ വീഡിയോകൾ ഉള്ളത് പറയുന്നത് കേൾക്കുക. കാരണം നിർബന്ധിച്ച് കേൾക്കണമെന്നില്ല, എന്നാലും ഈ ചാനലുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകളും കൊച്ചു കൊച്ചു നാടൻ അറിവുകളും നാടൻ പദങ്ങളും നാടൻ ശീലുകളുമായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇത് കേൾക്കുക, കഴിയുന്നവർ കേൾക്കുക, കേട്ട് സഹകരിക്കുക. തന്നെയുമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൊടുത്ത് നിങ്ങൾ സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ എന്നെ കേട്ട നിങ്ങൾ ഏവർക്കും സന്തോഷവും നന്മയും വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ബായ്.